അങ്ങനെ ഈ വർഷത്തെ പെരുന്നാളും വന്നു കേട്ടോ. ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പെരുന്നാളുകളൊക്കെ കൂടാൻ പാകത്തിലാണ് ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നത്. പോരാത്തതിന് ഈ പെരുന്നാളിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി ആദ്യമായിട്ട് ഒരുമിച്ച് കൂടുന്ന പെരുന്നാളാണ്. സോ തലേദിവസം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പിണ്ടിയും കാര്യങ്ങളൊക്കെ ശരിയാക്കി രാവിലെ അമ്പ് വന്നു. പിന്നെ പെരുന്നാളുകൾ ഇപ്പോഴും ഒരു പ്രത്യേക വൈബാണല്ലേ. സോ ആ വൈബ് ഒട്ടും എൻ്റെ വീട്ടിലും കുറവൊന്നുമില്ല. പിന്നെ അന്ന് തന്നെ മാമാട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഞാനൊരു കേക്കൊക്കെ എൻ്റെ വക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും അമ്പൊക്കെ വന്നു. ഞങ്ങൾക്ക് തേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പോണ സമയമാകുമ്പോഴേക്കും പിന്നെ എല്ലാവരും കൂടി ഒത്തുകൂടുന്നു, പടക്കം പൊട്ടിക്കുന്നു. പെരുന്നാളുകൾക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ ഈ വെടിക്കെട്ട് ആഘോഷങ്ങൾ. അതുപോലെ ഞങ്ങളുടെ വീട്ടിലും ചെറിയ രീതിയിൽ ലാത്തിരി പുത്തിരി കമ്പിത്തിരി മേശപ്പൂ പടക്കമൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പെരുന്നാളുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും എല്ലാവരും ഒരു ഗെറ്റ് ടുഗെദർ നടത്തുന്ന സമയം കൂടിയാണല്ലേ. എല്ലാവരും വരും, ഒരുമിച്ചിരിക്കും, കുറച്ച് നേരം ഒരുമിച്ച് എല്ലാവരും എല്ലാം മറന്ന് ആഘോഷിക്കണ കുറച്ച് ദിവസങ്ങളും കൂടിയാണ്. സോ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. ജീവിതത്തിൽ ഭയങ്കര തിരക്കേറിയ നിമിഷങ്ങളായതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി വൈകിയെന്നേ ഉള്ളൂ കേട്ടോ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെ വീട്ടിലെ ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയായപ്പോൾ ഒന്ന് പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ ചെന്നപ്പോൾ എൻ്റെ പൊന്നി അതിലും വലിയ ആഘോഷങ്ങളാണ് പള്ളിയിലും ഉള്ളത്, സ്വാഭാവികം. സോ എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരുടെ ആവേശ സന്തോഷമൊക്കെ വീഡിയോയിൽ കൃത്യമായി കാണാം. പിറ്റേ ദിവസമായിരുന്നു പള്ളിയിൽ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. സോ അത് കാണാൻ വേണ്ടി മറിയൂട്ടിനെയും കൊണ്ടുപോയപ്പോൾ ആദ്യമായിട്ട് വെടിക്കെട്ട് കാണുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും അവളുടെ ഫേസിലുണ്ട്. അങ്ങനെ ഒരു സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ പുതുക്കാട് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.